തമിഴ് നടൻ നെപ്പോളിയൻ നമ്മുടെ മലയാളത്തിൽ രാവണപ്രഭു ദേവാസുരം എന്ന സിനിമയിലൊക്കെ മോഹൻലാലിന്റെ വില്ലനായിട്ട് ശേഖരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ് നെപ്പോളിയൻ. അപ്പൊ നെപ്പോളിയന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ ദിവസം നടന്നു. ഇവിടെ ഇന്ത്യയിൽ വെച്ചൊന്നുമല്ല, ജപ്പാനിൽ വെച്ചാണ് വിവാഹം നടന്നത്. ധനുഷ് എന്നാണ് ആ പയ്യന്റെ പേര്. മസ്കുലാർ അട്രോഫി എന്ന് പറഞ്ഞ രോഗം ബാധിച്ചിട്ട് ശരീരത്തിന്റെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മകനാണ്. ആ മകന്റെ കല്യാണം കഴിഞ്ഞ ദിവസം നടന്നു. അപ്പോ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ് ആ പയ്യനെ വിവാഹം കഴിച്ച. അക്ഷയ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ കല്യാണം കഴിച്ച ആ കുട്ടി അവന്റെ കൂടെ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കുറച്ച് ആളുകൾക്ക് ചില ചൊറിച്ചിലുകളുണ്ട്. ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മസ്കുലാർ അട്രോഫിയാണ്, അവന്റെ ശരീരം അനങ്ങൂല. ശരീരം അനങ്ങാത്ത അവനെ നെപ്പോളിയൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച ഒരു പെണ്ണാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ ചർച്ച ചെയ്യുന്നത്. നെപ്പോളിയന്റെ മകൻ ധനുഷിനെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടൊരു പെൺകുട്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെപ്പോളിയന്റെ അമ്മാവനാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ നെപ്പോളിയന്റെ മകന് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അസുഖബാധിതരാണ് എന്നറിഞ്ഞ സമയത്ത് തന്നെ ഇവര് ആദ്യം മകളുമായിട്ട് സംസാരിച്ച്, മകൾ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ കാരണം ഒരാൾ സന്തോഷിക്കുമെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മനസ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണ് ആ പെൺകുട്ടി ഈ മസ്കുലർ അട്രോഫി ബാധിച്ച ധനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യാൻ തയ്യാറാവുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം നിശ്ചയിച്ചതിന് ശേഷം ഈ അച്ഛനും അമ്മയും ഒരു മാസത്തോളം വീട്ടിന് പുറത്തിറങ്ങാറില്ലായിരുന്നു എന്ന് അവർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കാരണം ചലനശേഷി ഇല്ലാത്ത ഒരാളെ, പ്രത്യേകിച്ച് നെപ്പോളിയനെ പോലെ അത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളുടെ മകനെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പം തൊട്ട് അയൽവക്കത്തുള്ള ആളുകൾ പോലും ഇത് വലിയ ചർച്ചയാക്കിയെന്നും അവർ തന്നെ പറയുന്നു ഇത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ള രീതിയിൽ. ആ പെൺകുട്ടിനെ നെപ്പോളിയൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ തൊട്ട് അയൽവക്കത്ത് വരെ വന്ന സമയത്ത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം പുറത്തിറങ്ങിയില്ല എന്നാണ് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു. പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞു, കുറെ ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു, കുറെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. അങ്ങനെയാണ് പിന്നെ അവര് പുറത്തിറങ്ങുന്നത് തന്നെ. ഇപ്പം ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകള് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, അപ്പോ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുക എന്ന് പറയുന്നത് സ്വന്തം മകളെ മറ്റൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ആ കുടുംബത്തിൽ ആ കുട്ടി സ്വന്തം മകള് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ എന്നതാണ് ഏതൊരു അച്ഛനും അമ്മയും നോക്കുക. അപ്പൊ നെപ്പോളിയന്റെ കുടുംബത്തിലേക്ക് ധനുഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോ, ചെറുപ്പക്കാരന്റെ കൂടെ മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോൾ എന്റെ മകൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നത് ആ അച്ഛനും അമ്മയ്ക്കും കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. അത് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. അവര് നെപ്പോളിയൻ മകളെ കല്യാണം കഴിപ്പിച്ച് തന്നാ, എന്റെ മകന് വേണ്ടിയിട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് തന്നാൽ മതി, വേറെ ഒന്നും ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതില്ല, അവർക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നെപ്പോളിയൻ കൂടി ആ കുടുംബത്തിന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിവാഹം നടക്കുന്നത്. അവർ രണ്ടു കുടുംബവും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചില ചൊറിച്ചിലുമായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടം തന്നെ ഇതൊക്കെ.